എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത്? അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കുമേൽ സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ലേ? എസ് വിനേഷ് കുമാർ വിശദീകരിക്കും. വിനേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, നെയ്യാറ്റിങ്കര ശ്രീ കാരുണ്യ മിഷന്റെ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അഭയകേന്ദ്രത്തിലാണ് 13 വയസ്സുകാരന് നേരെ അതിക്രമം ഉണ്ടായത്. 13 വയസ്സുകാരനെ കെട്ടിയിടുകയായിരുന്നു. അതിൽ കയ്യിലും പല ഭാഗത്തും മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു അഭയകേന്ദ്രത്തിലേക്ക് ഈ കുട്ടിയെ മാറ്റി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. 13 വയസ്സുകാരൻ അവിടെ ഈ അഭയകേന്ദ്രത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടും പുറത്തേക്ക് പോകുന്നത് കൊണ്ടുമാണ് കെട്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഇത് കടുത്ത ഒരു മനുഷ്യാവകാശ ലംഘനവും അതുപോലെ തന്നെ ബാലാവകാശ ലംഘനവുമായി തന്നെയാണ് കണക്കുകൂട്ടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതിയും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പോലീസ് കേസെടുത്തെങ്കിൽ പോലും തുടർ നടപടിയൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അറസ്റ്റോ മറ്റു നടപടിയിലേക്കോ ഒന്നും പോയിട്ടില്ല. ഇത് ഉന്നതതല സ്വാധീനം കൊണ്ടാണെന്നുള്ള ഒരു ആക്ഷേപം പ്രദേശവാസികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, സമാനമായ ഒരു സംഭവം തെന്മലയിൽ നടന്നിരുന്നു. തെന്മലയിൽ പക്ഷേ പ്രായമുള്ള വയോധികർക്ക് നേരെയാണ് ഇത്തരത്തിൽ അതിക്രമം ഒരു അഭയകേന്ദ്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതും പക്ഷേ അക്കാര്യത്തിലും കൃത്യമായി തന്നെ ഒരു നടപടി ഉണ്ടായില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ വയോജന നയമെല്ലാം രൂപീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇത്തരത്തിലുള്ള അതിക്രമം, വയോജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമത്തിനെതിരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ അതും ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച 2 സംഭവമാണ് കൊല്ലത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിൽ ശക്തമായ നടപടി വേണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. അസിത. ശരി, വിനേഷാണ് അത്തരം ചില വിവരങ്ങൾ കൂടി പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.